ഹായ് ഗായ്സ്, എല്ലാവർക്കും ഹിൽ സ്റ്റാർ സ്റ്റഡി ടിപ്പിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് പേപ്പറിൻ്റെ അകത്തെ മൊഡ്യൂൾ 2 ആണ് ചെയ്യുന്നത്. അതിലെ പാർട്ട് 7 ആണ് കേട്ടോ. അപ്പം ഇന്ന് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഇൻ്റർനെറ്റ് ബാങ്കിങ് ആയിരിക്കും. അതിൻ്റെ മുമ്പ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ഹിൽ സ്റ്റാർ സ്റ്റഡി ടിപ്പിന്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അതിൽ നമ്മളെ ഫോളോ ചെയ്യുമെങ്കിൽ നമ്മളുടെ വീഡിയോയുടെ ടൈമിംഗ് ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ വീഡിയോയുടെ ഇടുന്ന കണ്ടന്റ് എന്തായിരിക്കും എന്നൊക്കെ നേരത്തെ മുൻകൂട്ടി അറിയിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ വീഡിയോയ്ക്കകത്ത് നമ്മുടെ ടെസ്റ്റ് ആദ്യമേ കുറേ ഭാഗം നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ പഠിപ്പിക്കുമായിരുന്നു. അന്നേരം നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകാൻ സ്പീഡ് കുറവായതുകൊണ്ട് ടെസ്റ്റ് വെച്ചാണ് പഠിപ്പിക്കുന്നത്. ടെസ്റ്റിൽ മാർക്ക് ചെയ്താണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് വെക്കുന്ന പോർഷൻ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇനി അതല്ലെങ്കിൽ ഞാൻ മാർക്ക് ചെയ്യാതെ കുറേ പോർഷൻ വിട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ആ പോർഷൻസ് തന്നെത്താനെ വായിച്ച് ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പോൾ ഫങ്ഷൻ ഓഫ് RBIയുടെ ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിലും, അതുപോലെ അതിനൊക്കെ നമ്മൾ ഇഷ്യൂ ഓഫ് കറൻസി നോട്ട് അങ്ങനെയുള്ള പോയിന്റ്സ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളൂ. അതിൻ്റെ കാരണം വെച്ചാൽ, ആ പോയിന്റ് കിട്ടും നമുക്ക് അറിയാം. ഇഷ്യൂ ഓഫ് കറൻസി നോട്ട് കഴിഞ്ഞാൽ നോട്ട് അച്ചടിക്കുന്നു. അപ്പോൾ അതിന് എന്തൊക്കെ പോയിന്റ് ആണ് വേണ്ടതെന്ന് ജസ്റ്റ് ആ താര കൊടുത്ത് അങ്ങനെ ബ്രീഫായിട്ടൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഓൺ വേർഡ്സ് നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. അത് തന്നെയായിരിക്കും മാർക്ക് സ്കോർ ഏറ്റവും നല്ല വരും കേട്ടോ. അപ്പം ഇനിയും നമ്മൾ പഠിപ്പിക്കുന്ന പോർഷൻസിലായി നമ്മുടെ വീഡിയോ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ട് വരുന്നവർക്കാണ് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. കാരണം ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഇതന്നെ ഇങ്ങനെ പറയുന്നതിന് ഡൗട്ട് അടിക്കാം. പക്ഷേ തുടർച്ചയായിട്ട് കാണുന്നവർക്ക് നമ്മളെ തുടക്കത്തിലെ വീഡിയോയിൽ നല്ല പോയിന്റ് നോട്ട് ചെയ്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എനിക്കും ക്ലാസ് തുടങ്ങി, സിയുടെ ക്ലാസ് തുടങ്ങിയപ്പം നമുക്ക് ടൈം അങ്ങനെ കിട്ടുന്നില്ല. ഉള്ള ടൈം അഡ്ജസ്റ്റ് ചെയ്താണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പം ഷോർട്ട് നോട്ടും കൂടെ എഴുതി വെച്ചിട്ട് പഠിപ്പിക്കാനുള്ള ഇച്ചിരി ടൈം കൂടുതലാണ്. അപ്പം വീഡിയോ ഇടാൻ പറ്റില്ല. പോരാത്ത എക്സാമിന് മുമ്പ് നമുക്ക് തീർക്കാൻ പറ്റിയില്ല എങ്കിലോ എന്ന് ഓർത്തിട്ടാണ് നമ്മളിങ്ങനെ ഇത് പോകണേ. അപ്പം നമ്മൾ ടെസ്റ്റിനകത്ത് മാർക്ക് ചെയ്യുന്ന പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് ഓൺ വേർഡ്സ് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഓൺ വേർഡ്സ് തന്നെ എഴുതി പോവുക കേട്ടോ. ഈ ഓരോന്നിനും ഡിഫൈന്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ആറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും തുടർച്ചയായിട്ട് നമ്മൾ ടെസ്റ്റ് തന്നേക്കാനെ പഠിക്കേണ്ടതുള്ളൂ. അല്ലാതെ ഉള്ള ഇപ്പോൾ ഡിസഡ്വാൻറ്റേജ് ഒക്കെ ആയി നമ്മൾ ഇതുപോലെ തന്നെ പഠിക്കണമെന്നില്ല. നമുക്ക് ഓൺ വേർഡ്സിൽ എഴുതാം. എങ്കിലും നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്ത് തന്നെയാണ് പോകണം കേട്ടോ. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഇൻ്റർനെറ്റ് ബാങ്കിങ് നോക്കാം അല്ലേ. അപ്പം ആദ്യത്തെ പോയിന്റ് എന്താ, ആക്സസിബിലിറ്റി ടു ഇൻ്റർനെറ്റ് ബൈ കസ്റ്റമർ ഈസ് എ പുവർ പാർട്ടിക്കൽ ഇൻ കൺട്രി ലൈക്ക് ഇന്ത്യ വെയർ penetration of PC and other device for access to internet is minimal. ഇപ്പം നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കണക്ഷൻസ് ഒക്കെ കുറവാണ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ നോളജ്, കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യാനുള്ള നോളജ് കുറവാണെങ്കിൽ ഇവർക്ക് ഈ ആക്സസിബിലിറ്റി കിട്ടൂല അല്ലേ. ഇപ്പം നമുക്ക് മൊബൈലിൽ പണിയാൻ അറിയണവർക്ക്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നമുക്ക് ചെയ്യാൻ അറിയണവർക്ക്, കമ്പ്യൂട്ടറൊക്കെ പണിയാൻ അറിയണവർക്കാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അല്ലാതെ ഒന്നും അറിയില്ലാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പം അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കൂട്ടാം. അതുപോലെ തന്നെ എൻ്റയർ സിസ്റ്റം ഇതിൻ്റെ അകത്ത് ഈ പോയിന്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഓൺ വേഴ്സിൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ എഴുതുക കേട്ടോ. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുമ്പോൾ ഈ ലൈൻ മൊത്തം ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലും നിങ്ങൾ തന്നെ ഒന്ന് വായിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ അങ്ങനെ പഠിക്കുക, അല്ലെങ്കിൽ ഈ പോയിന്റ് ഫുള്ളായിട്ട് പഠിക്കുക കേട്ടോ. The entire system of online banking goes waste when customers are not technically literate. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇല്ലിറ്ററേറ്റ് ആയെങ്കിൽ നമുക്ക് ഓൺലൈൻ ബാങ്കിങ്ങിനെ കുറിച്ച് കസ്റ്റമേഴ്സിന് അറിയത്തില്ല, പുതിയ മോഡേൺ ടെക്നോളജി ഒന്നും അറിയത്തില്ലെങ്കിൽ അത് ഓൺലൈൻ ബാങ്കിങ് വേസ്റ്റ് ആയി പോകും അല്ലേ. ടെക്നോളജി അറിയത്തില്ല എങ്കിൽ പിന്നെ ഓൺലൈൻ ബാങ്കിങ് കൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടാവില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. തേർഡ് പോയിന്റ്, ഇന്റർനെറ്റ് ബാങ്കിങ് ക്രിയേറ്റ് എ ഫിയർ ഇൻ ദ മൈൻഡ് ഓഫ് കസ്റ്റമേഴ്സ്. ഇന്റർനെറ്റ് ബാങ്കിങ് ഒരു ഫിയർ ഉണ്ടാക്കുന്നു, പേടി ഉണ്ടാക്കുന്നു റിഗാർഡിങ് ദ സെക്യൂരിറ്റി ഓഫ് ട്രാൻസാക്ഷൻ നടത്തുന്നതിൽ അത് ശരിയാവോ ഇല്ലയോ എന്നൊരു പേടി, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ അക്കൗണ്ടിൽ ശരിക്കും പണം നമുക്ക് അയക്കേണ്ടവർക്ക് അയക്കാൻ പറ്റുന്നുണ്ടല്ലോ, വേറെ ഏതെങ്കിലും അക്കൗണ്ടിലാണ് പോകണമെന്നൊരു പേടി ഉണ്ടാക്കുന്നുണ്ട് കസ്റ്റമേഴ്സിനുള്ളിൽ. കസ്റ്റമർ ഫിയർ ദാറ്റ് ദെയർ അക്കൗണ്ട്സ് കുഡ് ബി വ്യൂഡ് ആൻഡ് മാനിഫൈ ബൈ അതേഴ്സ്. കസ്റ്റമേഴ്സിന് പേടിയുണ്ട്, എന്താണ്, അവരുടെ അക്കൗണ്ട് അവരല്ലാതെ മറ്റൊരാൾ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് മാനിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരിക്കും എപ്പോഴും. അതുപോലെ തന്നെ നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെനി കസ്റ്റമേഴ്സ് ടു ഡീൽ വിത്ത് ആൻ ഇന്ത്യൻ ബാങ്ക് ആസ് ദേ ആർ നോട്ട് ഷുവർ ദ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ദേ വിൽ റിസീവ്.
അതുപോലെ തന്നെ നാലാമത്തെ പോയിന്റ് ഇത് പ്രത്യേകത എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് ഇന്റർനെറ്റ് ബാങ്ക് ചെയ്യാൻ പേടി എന്താ വെച്ചാൽ അവർക്ക് കൈ കിട്ടുന്ന പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ എത്രമാത്രം ഗുണമുള്ളതാണ് എത്രമാത്രം ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു പേടി ഉണ്ടാക്കുക. അത് അത്ര നല്ല ക്വാളിറ്റി ആയിരിക്കില്ലേ എന്നൊരു പേടി ഉണ്ടാകും. ഇപ്പം നമ്മളെ ഉദാഹരണം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം മേടിച്ചു. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ആമസോൺ എന്തെങ്കിലും ഓൺലൈൻ ഷോപ്പിങ്ങിൽ നമ്മൾ സാധനം മേടിച്ചപ്പോൾ മേടിക്കാൻ നേരത്തെ നമ്മൾ ഓൺലൈനായിട്ട് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും. ഈ സാധനം ഒറിജിനൽ തന്നെ ആയിരിക്കുമോ വരണേ, അല്ലെങ്കിൽ ഡൂപ്പായിരിക്കുമോ, അല്ലെങ്കിൽ അത് നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം തന്നെ ആയിരിക്കുമോ കിട്ടുന്നതിനൊക്കെ ഒരു പേടി ഉണ്ടാവും അല്ലേ. പിന്നെ അഞ്ചാമത്തെ പോയിന്റ്, ദർ ആർ വേരിയസ് ബാങ്കിങ് പ്രോഡക്റ്റ് ലൈക്ക് ലോൺസ് ആൻഡ് mortgage withdrawals of cash etc. They are required to divide in the physical form. These product and service can be often through internet banking. കുറച്ച് കാര്യങ്ങൾ ഇന്റർനെറ്റ് ബാങ്കിൽ കിട്ടൂലാത്ത കാര്യമാണ്. എന്താ, ലോൺ കിട്ടൂല, മോർട്ടേജ് വിഡ്രോവൽ ഓഫ് ക്യാഷ് കിട്ടൂല, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് ഓൺലൈനിലായി കിട്ടില്ല. അത് നമുക്ക് എന്ത് ചെയ്യണം, ഫിസിക്കലായിട്ടുള്ള ഫോം തന്നെ വേണം. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് സർവീസൊന്നും ഇന്റർനെറ്റ് ബാങ്കിങ് ഓഫർ ചെയ്യുന്നില്ല. അപ്പം ആറാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ദർ ഈസ് എ ലാക്ക് ഓഫ് ഹ്യൂമൻ ഇന്റർഫേസ് ഇൻ ഇന്റർനെറ്റ് ബാങ്കിങ്. ഇന്റർനെറ്റ് ബാങ്കിൽ മനുഷ്യൻ്റെ മറ്റേ ഇന്റർഫേസിന്റെ അഭാവമുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ നമുക്കറിയാം ഇന്റർനെറ്റ് ബാങ്ക് ഹ്യൂമൻ്റെ ഇന്റർഫേസ് ഒന്നുമില്ല അല്ലേ. ഹ്യൂമൻ്റെ ഇന്റർഫേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു പേടിയായിരിക്കും ഇന്റർനെറ്റ് ബാങ്കിങ്. എപ്പോഴും ഒരു ഫിയർ കോൺഷ്യസ് ആയിരിക്കും നമ്മൾ ഇന്റർനെറ്റ് ബാങ്കിങ് കേട്ടോ. ഇനി അടുത്ത ബാങ്കിങ് സിസ്റ്റം നമുക്ക് പറയാം ടെലി ബാങ്കിങ്. Telebanking or telephone banking is a modern banking facility of 24 hours banking offered by bank to their customer. ആദ്യത്തെ പോയിന്റ് പഠിക്കണ്ട കേട്ടോ. ടെലിബാങ്കിങ് സർവീസ് ഫംഗ്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ വോയിസ് പ്രോസസ്സിംഗ് ഫെസിലിറ്റി അവൈലബിൾ വിത്ത് ദ ബാങ്ക് കമ്പ്യൂട്ടർ. അതും പഠിക്കേണ്ടതാണ്. ടെലിബാങ്കിങ് സർവീസ് ഫംഗ്ഷൻ ചെയ്യുന്നത് വോയിസ് പ്രോസസ്സിംഗ് ആണ്. വോയിസ് പ്രോസസ്സിംഗ് ഫെസിലിറ്റി അവൈൽ ചെയ്യുന്ന ബാങ്കിങ് കമ്പ്യൂട്ടറിലാണ്. ഇൻ ടെലി ബാങ്കിങ് എ കസ്റ്റമർ ഓഫ് ബാങ്ക് ക്യാൻ കോൾ ഹിസ് ബാങ്ക് എനി ടൈം ആൻഡ് എൻക്വയറി ബാങ്ക് ഓർ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആൻഡ് ടു ട്രാൻസ്ഫർ ഫണ്ട്സ് ബിറ്റ്വീൻ വൺ അക്കൗണ്ട് ടു അനദർ. ഇൻ ടെലി ബാങ്കിങ്ങിലെ കസ്റ്റമേഴ്സിന് എപ്പം വേണമെങ്കിലും വിളിക്കുകയും ബാങ്കിനെ വിളിച്ചാൽ ഏത് സമയത്തും എൻക്വയറി ചെയ്യുക. എന്താ, ബാലൻസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ഫണ്ട് ചെയ്യണമെങ്കിൽ അത് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റേ അക്കൗണ്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ പോയിന്റും പഠിക്കുന്നതാണ്. ഇത് ഇത്രയും പഠിക്കേണ്ട പോയിന്റ്സ് തന്നെയാണ്. ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ പഠിക്കാം. ഇത് ഓൺ വേർഡ്സിൽ എഴുതാൻ അറിയുന്നവർക്ക് ഓൺ വേർഡ്സിൽ ഉത്തരവാ കേട്ടോ. ഇൻ ടെലി ബാങ്കിങ് സിസ്റ്റം ദ കമ്പ്യൂട്ടർ അറ്റ് ദ ബാങ്ക് ആർ കണക്റ്റഡ് ടു എ ടെലിഫോൺ ലിങ്ക്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മോഡം. ടെലി ബാങ്കിങ് സിസ്റ്റത്തിൽ കമ്പ്യൂട്ടർ ബാങ്കിലെ കണക്ട് ചെയ്യുന്നു, ടെലിഫോണായിട്ട് ലിങ്ക് ചെയ്യുന്നു. ഇതുവരെ മോഡം വരെ. അപ്പോൾ എന്താണ് ടെലി ബാങ്കിങ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അറ്റ് ദ ബാങ്ക് ആർ കണക്റ്റഡ് ടു എ ടെലിഫോൺ ലിങ്ക്ഡ് ബൈ ഹെൽപ്പ് ഓഫ് മോഡം. ദ വോയിസ് പ്രോസസ്സിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ഇൻ ദ സോഫ്റ്റ്വെയർ ഐഡന്റിഫൈ ദ വോയിസ് ഓഫ് കോളർ ആൻഡ് പ്രൊവൈഡ് ഹിം suitable റിപ്ലൈ. വോയിസ് പ്രോസസ്സിംഗ് ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ മൂലം കോളറിൻ്റെ വോയിസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, എന്നിട്ട് അവർക്ക് വേണ്ട സ്യൂട്ടബിൾ ആയിട്ടുള്ള റിപ്ലൈ നൽകുന്നു. അതർ ദാൻ ടെലി ബാങ്കിങ് അനദർ സിമ്പിൾ സർവീസ് ഈസ് വോയിസ് മെയിൽ ഫെസിലിറ്റി. നമുക്ക് ആ ടെലി ബാങ്കിങ് അല്ലാതെ മറ്റൊരു സിമ്പിൾ സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് മെയിൽ ഫെസിലിറ്റി ആണ്. അപ്പോൾ എന്താണ് സിമ്പിൾ സർവീസ് ടെലി ബാങ്കിങ് കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വോയിസ് മെയിൽ ഫെസിലിറ്റി. അപ്പോൾ വോയിസ് മെയിൽ സെൻഡ് ബൈ കസ്റ്റമർ ആർ റൂട്ടഡ് ഡയറക്ട്ലി ടു ദ ഡിപ്പാർട്ട്മെന്റ് കൺകേർഡ് ഓഫ് ദ ബാങ്ക്. ഇറ്റ് ഓൾസോ പെർമിറ്റ് ദ കസ്റ്റമേഴ്സ് ടു ലീവ് എ മെസ്സേജ് ഫോർ ദ പേഴ്സൺ കൺകേർഡ് ഇൻ കേസ് ദ പേഴ്സൺ ഈസ് നോട്ട് പ്രസന്റ്. അപ്പോൾ ഒരു മനുഷ്യൻ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഈ സംഭവം ഈ വോയിസ് മെയിൽ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് റൂട്ട് ഡയറക്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബാങ്കിങ് ഡിപ്പാർട്ട്മെന്റ് കിട്ടുകയും ചെയ്യും. അത് എന്നിട്ട് കസ്റ്റമേഴ്സിന് ഒരു മെസ്സേജ് വിടും. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും അത് സാധ്യമാവും. അന്നേരം ആ കോളർ വേണമെന്നില്ല. പിന്നെ അണ്ടർ ദ സിസ്റ്റം ഈച്ച് പേഴ്സൺ ആസ് ഹിസ് ഓർ ഹെയർ വോയിസ് മെയിൽ പോസ്റ്റ് ബാങ്ക് ഇൻ വിച്ച് മെസ്സേജ് ആർ സ്റ്റോർഡ് ആൻഡ് റിട്ടേർഡ് അപ്പോൺ ഹിസ് ഓർ ഹെയർ റിട്ടേൺ. എന്നിട്ട് ആ സിസ്റ്റം ഏത് പേഴ്സണാണ് അതിൻ്റെ മറുപടി കൊടുക്കുന്നത് ആ മറുപടി കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇച്ചിരി ലെങ്ത് കൂടുതലായിരിക്കും. കാരണം നമുക്ക് വീഡിയോ മാക്സിമം നമ്മുടെ പോർഷൻ കവർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം കുറച്ച് നേരം അടുത്ത് കഴിയുമ്പോൾ ഒരു 30 മിനിറ്റ് ഒക്കെ അല്ലെങ്കിൽ 15 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ മടുക്കുമ്പോൾ നിങ്ങൾ നിർത്തിയിട്ട്
ഒരു 2 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വന്നിരുന്ന് കാണും കേട്ടോ. അടുത്ത സർവീസ് അവൈലബിൾ അണ്ടർ ടെലി ബാങ്കിങ്. എന്തൊക്കെ സേവനങ്ങളാണ് ടെലി ബാങ്കിൻ്റെ അടിയിലുള്ളത്? ദ ഫോളോയിങ് സർവീസ് ആർ പ്രൊവൈഡ് അണ്ടർ ടെലി ബാങ്കിങ്. ജേണൽ എൻക്വയറി, നമുക്ക് ജേണലായിട്ടുള്ള എൻക്വയറി ഒക്കെ ആവശ്യമുള്ളത് കിട്ടും. ജേണൽ എൻക്വയറി മെയ്ഡ് ബൈ എ കസ്റ്റമർ ആസ് വെൽ ആസ് നോ കസ്റ്റമർ. സച്ച് എൻക്വയറി മേ പാറ്റേൺ ടു ജേണൽ ഇൻഫോം ലൈക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ദ ഡിപ്പോസിറ്റ് ലോൺ വേരിയസ് ഫെസിലിറ്റി ഓഫേർഡ്. അപ്പോൾ ഈ ആഴ്ച സെൻറ്റൻസ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ എൻക്വയറിയാണ് മനസ്സിലാക്കുക. ജേണൽ എൻക്വയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, ഡിപ്പോസിറ്റ് എങ്ങനെയാണ്, ഡിപ്പോസിറ്റിൻ്റെ ലോണിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റി ആണോ ബാങ്ക് ഓഫർ ചെയ്യുന്നത്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് ജേണൽ എൻക്വയറി. അപ്പോൾ നിങ്ങളൊരു ഹെഡിങ് വരയ്ക്കുക, ടെലി ബാങ്കിങ് സർവീസസ് എന്ന് എഴുതിയിട്ട് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ജേണൽ എൻക്വയറി ചെയ്തു. സെക്കൻഡ് പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യണം, സ്പെസിഫൈഡ് എൻക്വയറി. അതിൻ്റെ സ്പെഷ്യൽ ആർ മെയ്ഡ് ബൈ ദ കസ്റ്റമർ ടു സ്പെസിഫൈ അക്കൗണ്ട്. സ്പെഷ്യൽ എൻക്വയറി എന്ത് മാത്രം കസ്റ്റമേഴ്സിന് മാത്രമാണല്ലേ പറ്റുള്ളൂ. കാരണം അവരുടെ അക്കൗണ്ട് സംബന്ധമായ സ്പെഷ്യലിറ്റി അക്കൗണ്ടിന് അവരുടെ കസ്റ്റമേഴ്സിന് മാത്രമാണ് സ്പെഷ്യാലിറ്റി എൻക്വയറി ഉള്ളൂ. എന്നാൽ കസ്റ്റമർ അല്ലാത്തവർക്കും എൻക്വയറി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഏതാ, ജേണൽ എൻക്വയറിയാണ് കേട്ടോ. അപ്പം എന്തൊക്കെ എൻക്വയറിയാണ്? ബാലൻസ് എൻക്വയറി, നമ്മുടെ അക്കൗണ്ടിൽ എത്ര പണം ഉണ്ടെന്ന് അറിയാൻ എനിക്ക് കസ്റ്റമേഴ്സിന് മാത്രമേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ബാലൻസ് എൻക്വയറി. സ്റ്റാറ്റസ് ഓഫ് ചെക്ക് ഇഷ്യൂഡ് ഓർ ഡിപ്പോസിറ്റ്, അത് നമുക്കറിയാം. അതുപോലെ തന്നെ റിക്വസ്റ്റ് ഫോർ ഇഷ്യൂ ഓഫ് ചെക്ക് ബുക്ക്, അത് നമുക്കറിയാം. റിക്വസ്റ്റ് ഫോർ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്, അതും നമുക്ക് മനസ്സിലായി. റിക്വസ്റ്റ് ഫോർ ഇഷ്യൂ ഓഫ് ഡ്രാഫ്റ്റ്. അപ്പം ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. എന്തൊക്കെയാണ് ഈ 5 കാര്യങ്ങൾ? ബാങ്കിങ് എൻക്വയറി, ബാലൻസ് എൻക്വയറി, സ്റ്റാറ്റസ് ഓഫ് ചെക്ക് ഇഷ്യൂഡ് ഓർ ഡിപ്പോസിറ്റ്, റിക്വസ്റ്റ് ഫോർ ഇഷ്യൂ ഓഫ് ചെക്ക് ബുക്ക്, റിക്വസ്റ്റ് ഫോർ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്, റിക്വസ്റ്റ് ഫോർ ഇഷ്യൂ ഓഫ് ഡ്രാഫ്റ്റ്. ഇനി അടുത്ത മൊബൈൽ ബാങ്കിങ് ആണ് കേട്ടോ. ഓവർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ദ മൊബൈൽ ആൻഡ് wireless market has been one of the fastest growing market in the world, particularly in India, and is still growing at a rapid pace. കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ മൊബൈലും അതുപോലെ തന്നെ വയർലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാർക്കറ്റാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിലായപ്പോഴും ഇന്ത്യയിലും അത് തന്നെയാണ്. ആൻഡ് ഈസ് സ്റ്റിൽ ഗോയിങ് അറ്റ് റാപ്പിഡ്, ഇപ്പോഴും അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. ബിക്കോസ് ഓഫ് ദ മൊബൈൽ ഫോൺ പെനട്രേഷൻ ഇന്ത്യ, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഈ തവണ ഇന്ത്യയിൽ കൂടുതലായതുകൊണ്ടാണ്. ബാങ്ക് ആർ യൂഷ്വലി മൊബൈൽ ഫോൺസ് ആസ് എ ഡെലിവറി ചാനൽ ഫോർ ഓഫറിംഗ് ബാങ്കിങ് പ്രൊഡക്റ്റ് സർവീസ്. ബാങ്ക് യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണിന് എന്താണ്, ഡെലിവറി ചാനൽ ഫോർ ഓഫറിംഗ് ബാങ്കിങ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ബാങ്കിങ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റാണ് കേട്ടോ ഇതാണ്. അതുപോലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയി ഗോ ചെയ്യുന്ന മാർക്കറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, മൊബൈൽ ആൻഡ് വയർലെസ് മാർക്കറ്റ് കേട്ടോ. ഈ പോയിന്റ് നിങ്ങൾ ഈ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഓൺ വേർഡ്സ് ഉത്തരം ഏതാണെന്നേ ഉള്ളൂ കേട്ടോ. ഈ തരുന്ന പോയിന്റ് തന്നെ പഠിക്കണില്ല കേട്ടോ. ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ്, ഹൈ മൊബൈൽ ഫോൺ പെനട്രേഷൻ ഇന്ത്യ. ഇനി അടുത്ത പാരഗ്രാഫ്, മൊബൈൽ ബാങ്കിങ് ഈസ് എ ടേം യൂസ്ഡ് ഫോർ പെർഫോമിംഗ് ബാങ്കിങ് ട്രാൻസാക്ഷൻ ബൈ മൊബൈൽ ഫോൺ. അപ്പം ഇതൊന്ന് പഠിക്കണം. ഇത് ഓൺ വേർഡ്സ് ചെയ്ത് നിൽക്കല്ല, ഈ പോയിന്റ് തന്നെ പഠിച്ചു പോകണം കേട്ടോ. മൊബൈൽ ബാങ്കിങ് എന്ന് വെച്ച് ആ ടേം യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് ട്രാൻസാക്ഷനെ മൊബൈൽ വഴി നടത്തുന്നതുകൊണ്ടാണ് മൊബൈൽ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഓഫൻ പെർഫോംഡ് ബൈ SMS ഓർ മൊബൈൽ ഇന്റർനെറ്റ്. ഇത് ഓഫർ ചെയ്യുന്നത് എങ്ങനെയാണോ, SMS വഴിയോ അല്ലെങ്കിൽ മൊബൈൽ ഇന്റർനെറ്റ് വഴിയായിരിക്കോ ഇതിന്റെ പെർഫോം ചെയ്യുന്നത്. With the mobile technology, bank can offer a wide range of service to their customers, such as doing fund transfer and balance inquiry while traveling, receiving online update of stock price, or even perform stock trading while traveling. ഈ പോയിന്റും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഓൺ വേണ്ടി ഉത്തരം കേട്ടോ. നമ്മുടെ മൊബൈൽ ടെക്നോളജി വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ഓഫർ ചെയ്യുന്ന വൈഡ് റേഞ്ച് ഓഫ് സർവീസാണ്. അത് അവരുടെ കസ്റ്റമേഴ്സിന് എന്തൊക്കെ ചെയ്യാൻ, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ, ബാലൻസ് എൻക്വയറി ചെയ്യാൻ, അതുപോലെ തന്നെ അത് ബാലൻസ് എൻക്വയറി എപ്പോൾ, ഫണ്ട് ട്രാൻസ്ഫറും ബാലൻസ് എൻക്വയറി എപ്പം, വൈൽ ട്രാവലിംഗ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതുപോലെ തന്നെ റിസീവിങ് ഓൺലൈൻ അപ്ഡേറ്റ് ഓഫ് സ്റ്റോക്ക് പ്രൈസ്, നമ്മുടെ സ്റ്റോക്ക് പ്രൈസിനെ കുറിച്ച് ഓൺലൈനായിട്ട് പെട്ടെന്ന് റിസീവ് ചെയ്യാൻ, അതുപോലെ ഈവൻ പെർഫോം സ്റ്റോക്ക് ട്രേഡിംഗ് വൈൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റോക്ക് ട്രേഡിംഗ് നടത്താനൊക്കെ സഹായമുണ്ട്. ദ ഫോളോയിങ് ആർ സം ഓഫ് ദ മൊബൈൽ ബാങ്കിങ് സർവീസ് പ്രൊവൈഡ് ബൈ ദ ബാങ്ക്. അപ്പോൾ എന്തൊക്കെ സർവീസാണ് മൊബൈൽ ബാങ്ക് ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഇതൊക്കെയാണ് ബാലൻസ് എൻക്വയറി ഫോർ ഓൾ അക്കൗണ്ട്, എല്ലാ അക്കൗണ്ട് ഉള്ളവർക്കും ബാലൻസ് എൻക്വയറി സാധ്യമാക്കുന്നു. ഫണ്ട് ട്രാൻസ്ഫർ, അത് നമുക്ക് മനസ്സിലായല്ലോ. പേസിങ് എ സ്റ്റോപ്പ്
പേയ്മെൻറ്റ് ഓൺ എ ചെക്ക്, അത് മനസ്സിലായി. റിക്വസ്റ്റ് എ ചെക്ക് ബുക്ക്, റിക്വസ്റ്റ് ആൻഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, ചെക്ക് സ്റ്റാറ്റസ് ഇൻക്വയറി, അതുപോലെ തന്നെ ബിൽ പേയ്മെൻറ്റ്, യൂട്ടിലിറ്റി ബിൽ, ക്രെഡിറ്റ് കാർഡ്, ഇൻഷുറൻസ് പ്രീമിയം, പേയ്മെൻറ്റ്, ഡൊണേഷൻ, സബ്സ്ക്രിപ്ഷൻ എക്സെട്ര, ഫിക്സഡ് ഡെപ്പോസിറ്റ് എൻക്വയറി, ഡിമാറ്റ് എൻക്വയറി സർവീസ്, വാല്യൂ ഓഫ് ഹോൾഡിംഗ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചാർജ് ട്രാൻസാക്ഷൻ എക്സെട്ര തുടങ്ങിയ കാര്യങ്ങളാണ് കേട്ടോ. അടുത്ത നമുക്ക് EFT എന്ന് നോക്കാം. EFT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആണ് കേട്ടോ. അപ്പം നമുക്ക് EFT എന്നാണ്. വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് ഇൻ്റർനെറ്റ് ഓൾ ബാങ്കിങ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് ആർ ഇൻ്റർ ലിങ്ക്ഡ് വിത്ത് ഈച്ച് അതർ. എല്ലാ ബാങ്കും വ്യത്യസ്തമായ സ്ഥലങ്ങളിലെ ഇൻ്റർലിങ്ക്ഡ് ആണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും. ദിസ് ഫെസിലിറ്റി ഈസി റിമേറ്റ് ഓഫ് മണി നോട്ട് ഓൺലി ഇൻസൈഡ് ദ കൺട്രി ബട്ട് ഓൾസോ ടു എനി പാർട്ട് ഓഫ് ദ വേൾഡ് ത്രൂ പ്രസ് ഓഫ് എ ബട്ടൺ. ഒരു ബട്ടൺ ഞെക്കുമ്പോൾ നമുക്ക് ആ ഒരു ബാങ്കിലെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മുടെ ഒരു സ്ഥലത്തെ മാത്രമല്ല മറ്റു സ്ഥലത്തെയും കൂടെ ബാങ്കായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അങ്ങോട്ടൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. അതിന് കഴിഞ്ഞ് നമുക്ക് now the bank all over the world are interlinked with the satellite managed by SWIFT. അപ്പം നമ്മുടെ ലോകം മൊത്തമായിട്ട് കണക്ട് ചെയ്തേക്കണ ബാങ്ക് എല്ലാം കൂടി കണക്ട് ചെയ്തേക്കണ ഒരു എന്തുവരെയാണ്? സാറ്റലൈറ്റാണ്, സ്വിഫ്റ്റ്. സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ കോഡൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ അങ്ങോട്ട് വിദേശത്ത് ഇങ്ങോട്ട് പണം വയ്ക്കുന്നത്, ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ അയക്കുന്നത്. ഇൻ യൂറോപ്പ് ആണെങ്കിൽ ഇൻ ഇന്ത്യ ഗേറ്റ് വേ ബോംബെ മെയിൻറ്റൈൻസ് ബൈ ദ കമ്പ്യൂട്ടർ മെയിൻ്റനൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈസ് ആസ് ഏജൻറ്റ്. ഇന്ത്യയിൽ ഗേറ്റ് വേ ബോംബെ ആണ് ഈ കമ്പ്യൂട്ടർ മെയിൻ്റനൻസ് കോർപ്പറേഷൻ്റെ ഇന്ത്യയുടെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് ഓർത്തോണം കേട്ടോ. ഈ വരച്ചിട്ടാണ് പോയിന്റ്സൊക്കെ നിങ്ങൾ ഓർത്തോണം, കാണാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത് ദോസ് ബാങ്ക് വിച്ച് കാണത്തില്ലേ, ദോസ് ബാങ്ക് വിച്ച് want to use the satellite facility in India can open SWIFT center with gateway to have an interlinked facility with the bank all over the world. Any information for remittance money can be passed on to the bank conveyance in the moment time through the satellite arrangement. This system of electronic fund transfer is known as paperless banking. ഈ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്താ പേപ്പർലെസ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പം ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പിന്നെ ഈ ടേം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക കേട്ടോ. ഇവിടെ നിന്ന് എന്തെങ്കിലും ചോദ്യം വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക, അതിന് വേണ്ടി മാത്രം നമ്മൾ മാർക്ക് ചെയ്തേക്കണെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് കേട്ടോ. ഇനി എന്തൊക്കെ EFTയുടെ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെ ടേം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, കാർഡ് ഹോൾഡർ ഇൻഷുറൻസ് ട്രാൻസാക്ഷൻസ് where a card holder make use of a debit card or credit card. This takes place at an ATM or point of sale. കാർഡ് ഹോൾഡറിന് ഒരു ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ടേക്ക് സ്പേസ് ചെയ്യാൻ ATMലോ പോയിന്റ് ഓഫ് സെയിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ബൈ ബിസിനസ് ഇൻക്ലൂഡിങ് സാലറി പേയ്മെൻറ്റ്. ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ബിസിനസ്സുകാർക്കൊക്കെ ഒരു പേയ്മെൻ്റ് ഒക്കെ നടത്തണമെങ്കിൽ അത് പറ്റും, സാലറി ഒക്കെ കൊടുക്കണമെങ്കിൽ അത് പറ്റും. അതുപോലെ ചെക്ക് ക്ലിയർ ചെയ്യാനൊക്കെ സഹായമാണ് EFT. അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ് റെമിറ്റൻസ് പേയ്മെൻറ്റ് സ്കീം FIRPS ഈസ് എ സ്കീം ഓഫ് റിമിറ്റേഷൻ ഓഫ് ഫണ്ട് envisaged by the Foreign Exchange Dealers Association of India FEDAI for facilitating easy remittance for money from foreign countries. ഈ പോയിന്റ് പഠിക്കണം കേട്ടല്ലോ. ഇത് ഓൺ വേർഡ്സ് ചെയ്ത് നിൽക്കണ്ട, ഇത് ഈ പോയിന്റ് ഇങ്ങനെ തന്നെ പഠിച്ചു കേട്ടോ, അതായിരിക്കും നല്ലത്. ഫോറിൻ ഇൻവെസ്റ്റ് റെവന്യൂ പേയ്മെന്റ് സ്കീമിന്റെ ഷോർട്ട് ഫോം ആണ് FIRPS എന്ന് പറയുന്നത്. ഈ സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് ഇൻവെസ്റ്റ് ബൈ ദ ഫോറിൻ എക്സ്ചേഞ്ച് ഡീലർ, ഫോറിൻ എക്സ്ചേഞ്ച് ഡീലറായിട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഡീലേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് FEDAI ആണ്. അത് ഫെസിലിറ്റി ഈസി ട്രാൻസ്ഫർ ഓഫ് മണി ഫ്രം ഫോറിൻ കൺട്രീസ്, ഫോറിൻ കൺട്രീന് പണത്തെ ഇങ്ങോട്ടൊക്കെ വരുത്താനൊക്കെ സഹായമാണ്. ഇറ്റ് ഈസ് മീൻ പ്യൂർലി ഫോറിൻ ഇൻവെസ്റ്റ് റെമിറ്റൻസ് അണ്ടർ ദിസ് സ്കീം.
any NRI or foreign citizen can redeem money in foreign currency to any person in India through his bank account. ഫോറിൻ നോട്ടാക്കി ഇങ്ങോട്ട് അയക്കണമെങ്കിൽ ബാങ്ക് വഴി മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ. ഇപ്പം നമുക്കിപ്പോൾ വിദേശത്ത് നിന്ന് ഒരാൾ പണം അയക്കണമെങ്കിൽ എന്തുവരെ മാത്രമേ പറ്റുള്ളൂ? ബാങ്ക് വഴി മാത്രമേ സാധ്യമാവുള്ളൂ. ഇറ്റ് ഈസ് ഡൺ ബൈ ദ ഫോറിൻ ബാങ്ക് ബൈ ദ വേ ഓഫ് ഓർഡർ to its branch or correspondent in the India to pay fixed sum of to the person named in the document. This branch or commerce bank in India will ഇത് വലിയ തന്നെയാണ് കേട്ടോ, വെട്ടിയതല്ല, ജസ്റ്റ് പറഞ്ഞു എന്നാണ്. വിൽ കൺവേർട്ട് ദ ഫോറിൻ കറൻസി ഇൻ ടു ഇന്ത്യൻ റുപ്പി അറ്റ് പ്രൈവേറ്റിംഗ് മാർക്കറ്റിംഗ് റേറ്റ്. അപ്പം ഫോറിൻ കറൻസിനെ ഇന്ത്യൻ കറൻസി അല്ലെങ്കിൽ റുപ്പിയാക്കി മാറ്റുന്നതിന് ഒരു മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഇഷ്യൂ എ ഡോക്യുമെന്റ് കോഡ് FIRP ഇൻസ്ട്രുമെന്റ് ഇൻ ഫേവർ ഓഫ് പേയിങ്. അപ്പം നമ്മുടെ ഫോറിൻ നോട്ടിനെ വിദേശ നോട്ടുകൾ ഇങ്ങോട്ട് ഇവിടുത്തെ പണമായിട്ട് മാറ്റുമ്പോൾ മാർക്കറ്റ് റേറ്റിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും റുപ്പീസ് മാറ്റുന്നത്. അതിനൊക്കെ നമുക്ക് സഹായമാവുന്നത് എന്തൊക്കെയാണ്? EFT തന്നെയാണ്. അതിനൊക്കെ സഹായമാണ് FIRPSും FEDA കേട്ടോ. അപ്പോൾ FIR ഇൻസ്ട്രുമെന്റ് ഇത് ട്രീറ്റ് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ഇൻസ്ട്രുമെന്റ് ആൻഡ് സിറ്റീസ് ക്യാൻ ബി അഡ്വാൻസ് സെറ്റിൽമെന്റ് ഓഫ് ക്ലെയിംസ്. ഓരോ ക്ലെയിം സെറ്റിൽമെന്റ് ചെയ്യാനൊക്കെ സഹായമാണ് FIRP. അതും പഠിക്കേണ്ട പോയിന്റ് തന്നെ കേട്ടോ. ഇറ്റ് ക്യാൻ ഓൾസോ ബി എൻകാഷബിൾ അറ്റ് എനി ബ്രാഞ്ച് ഓഫ് എനി കൊമേഴ്ഷ്യൽ ബാങ്ക് വിത്ത് ഈസ് എ മെമ്പർ ഓഫ് FEDAI. ഇത് എൻകാഷബിൾ ചെയ്യുന്ന ഏത് ബ്രാഞ്ചിലുള്ളവരും, ഏത് കൊമേഴ്ഷ്യൽ ബാങ്കിലെ ഏത് ബ്രാഞ്ചിലുള്ളവർക്കും അല്ലെങ്കിൽ ഒരു മെമ്പർ ആയിരിക്കണം. എന്താ? FEDAയിലെ മെമ്പർ ആയിരിക്കണം. അതുപോലെ EFT ഫ്രം വൺ അക്കൗണ്ട് ടു അനദർ അക്കൗണ്ട്. One account to another account is made by one bank to another through RBI in 3 ways: RTGS, NEFT, ECS. EFT ഒരു അക്കൗണ്ട് മറ്റേ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ അത് ഒരു ബാങ്കിൽ നിന്ന് മറ്റേ അക്കൗണ്ട് ചെയ്യുന്ന ഏത് വരെയാണ്? RBI ആണ്. ഏതൊക്കെ വരെ? ഈ 3 മാർഗത്തിൽ കൂടിയായിരിക്കും അത് ചെയ്യുന്നത്. RTGS, NEFT, ECS. അതെന്തൊക്കെയാണ് നമുക്ക് പഠിക്കാം കേട്ടോ. ആദ്യമേ RTGS എന്താ നോക്കാം. ഇപ്പം റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. RTGSന്റെ ഫുൾ നെയിമാണ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. ഇതാണ് എന്താണ് നമുക്ക് നോക്കാം അല്ലേ. RTGS is the fastest possible money transfer system through the banking channel. ബാങ്കിങ് ചാനൽ വഴി ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയ പോസിബിൾ ആണ് മണി ട്രാൻസ്ഫർ നടത്താൻ ഉപയോഗമായ ഒരു സിസ്റ്റമാണ് ബാങ്കിങ് ചാനലിൽ കൂടെ RTGS. RTGS is the fastest possible money transfer system through the banking channel. ബാങ്കിങ് ചാനൽ വഴി പണത്തെ അല്ലെങ്കിൽ മണീനെ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായമായ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയ രീതിയിലാണ്. RTGS become operation on March 20, 2004. 2004 മാർച്ച് 2020 RTGSനെ കണ്ടെത്തിയത് അല്ലെങ്കിൽ രൂപീകരിച്ചത്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് സിസ്റ്റം ഈസ് എ മെക്കാനിസം ഓഫ് ട്രാൻസ്ഫറിംഗ് ഫണ്ട് ഫ്രം വൺ ബാങ്ക് ടു അനദർ ബാങ്ക്. ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായമാവുന്ന ഒരു മെത്തേഡിനാണ്, മെക്കാനിസത്തിൻ്റെ പറഞ്ഞ പേരാണ് RTGS. ഇന്റർ ബാങ്ക് ഫണ്ട് ട്രാൻസ്ഫർ. ഒരു ബാങ്കിൽ നിന്ന് മറ്റു ബാങ്കിലേക്ക് ഓൺ എ റിയൽ ടൈം ആൻഡ് ഓൺ ഗോസ് ബേസിസ്. എ റിയൽ ടൈം സെറ്റിൽമെന്റ് സിസ്റ്റം ക്യാൻ മേക്ക് സെറ്റിൽമെന്റ് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ് ഡ്യൂറിങ് ദ പ്രോസസിംഗ് ഡേ. റിയൽ ടൈമിന്റെ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് ക്യാൻ മേക്ക് സെറ്റിൽമെന്റ് നടത്തുന്നത് ഓൺ എ കണ്ടിന്യൂസ് ബേസ്, കണ്ടിന്യൂസ് ആയ ഒരു ബേസിലായിരിക്കും. ഡൂയിങ് പ്രോസസിംഗ് ഡേയ്സ്, വർക്കിംഗ് ഡേയിലായിരിക്കും അത്. ഇറ്റ് മീൻസ് ദ പേയ്മെന്റ് ട്രാൻസാക്ഷൻ ആർ സെറ്റിൽഡ് ആസ് സൂൺ ആസ് ദേ ആർ പ്രോസസ്ഡ്. എത്ര പെട്ടെന്ന് തന്നെ നടത്താൻ പറ്റും അത്ര പെട്ടെന്ന് തന്നെ നടത്തി തരും. ഗോസ് സെറ്റിൽമെന്റ് മീൻസ്, പിന്നെ ഗോസ് സെറ്റിൽമെന്റ് എന്താണെന്ന് വെച്ചാൽ ഗോസ് സെറ്റിൽമെന്റ് മീൻസ് ദാറ്റ് ദ സെറ്റിൽമെന്റ് ഓഫ് ഫണ്ട് occur on a transaction by transaction basis without bunching with any other transaction, without adjusting debit against credit. ഗോസ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് ഫണ്ടിനെ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് ഒരു ട്രാൻസാക്ഷൻ ബേസിസിലായിരിക്കും. എന്തില്ലാതെ ബഞ്ചിങ് വിത്ത് എനി അതർ ട്രാൻസാക്ഷൻ, മറ്റൊരു ട്രാൻസാക്ഷൻ ഇല്ലാതെ തന്നെ.
അതിന് വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് അഡ്ജസ്റ്റിംഗ് ഡെബിറ്റ് അഗേൻസ്റ്റ് ക്രെഡിറ്റ്, ഡെബിറ്റും ക്രെഡിറ്റും നോക്കാതെ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ടൈപ്പ് ഓഫ് ഇന്റർ ബാങ്ക് ഫണ്ട്സ് ട്രാൻസ്ഫർ നോക്കാം. On the basis of time of settlement, interbank fund transfer system can be either designed time settlement system or a real-time settlement system. നമ്മൾ ടൈം ഓഫ് സെറ്റിൽമെന്റ് ബേസിസിലാണെങ്കിൽ ഇന്റർബാങ്ക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം ക്യാൻ ബി ഏതർ ഡിസൈൻ ടൈം സെറ്റിൽമെന്റ് സിസ്റ്റം ഓർ റിയൽ ടൈം സെറ്റിൽമെന്റ് സിസ്റ്റം. ഡിസൈൻ ചെയ്യുന്നേക്കാൾ ടൈം സെറ്റിൽമെന്റ് സിസ്റ്റം ആയിട്ടോ അല്ലെങ്കിൽ റിയൽ ടൈം സെറ്റിൽമെന്റ് സിസ്റ്റം ആയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നിരിക്കുന്നത്. അല്ലാതെ can be either designed time settlement. Okay, time settlement settle transaction at a present point in time. ഒരു പെർസെൻറ്റ് പോയിന്റ് ഓഫ് ടൈമിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ഉദാഹരണത്തിന് സെറ്റിൽമെന്റ് ടേക്ക് ചെയ്യുന്ന ഒരു 3 തവണ ഒരു ദിവസത്തിൽ 3 ട്രാൻസാക്ഷൻ ആയിരിക്കും നടത്തുന്നത്. ആ സെറ്റിൽമെന്റ് ആയിരിക്കും നടക്കുന്നത് 9:30 മുതൽ 10:30 വരെയും, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ 12 മണി വരെ 12 ഉച്ചയ്ക്കും ആയിരിക്കും. അപ്പോൾ 9:30 ഒരു ട്രാൻസാക്ഷൻ, പിന്നെ 10:00 ഒരു ട്രാൻസാക്ഷൻ, പിന്നെ 12 മണിക്ക്, അങ്ങനെ 3 ട്രാൻസാക്ഷൻ പ്രത്യേക ടൈമിൽ ഇത്ര സമയം മാത്രമായിരിക്കും എന്താ ഈ ട്രാൻസ്ഫർ ഉണ്ടാവുകയുള്ളൂ. ഇതൊരു ഉദാഹരണം കേട്ടോ, ഓരോ ബാങ്കിനെ അടിസ്ഥാനത്തിൽപ്പെടുത്തിയായിരിക്കും ഇരിക്കാൻ. ഇൻ ദ കേസ് ഓഫ് ഡിസൈൻഡ് ടൈം സെറ്റിൽമെന്റ്, എനി ട്രാൻസാക്ഷൻ ആഫ്റ്റർ ഡിസൈൻഡ് സെറ്റിൽമെന്റ് ടൈം വുഡ് ഹാവ് ടു വെയിറ്റ് ടിൽ ദ നെക്സ്റ്റ് ഡിസൈൻഡ് സെറ്റിൽമെന്റ് ടൈം. ഒരെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് നടത്താൻ ആ സമയം വരെ കാത്തു നിൽക്കേണ്ടതുണ്ട്. ബട്ട് ഇൻ റിയൽ ടൈം സെറ്റിൽമെന്റ്, പക്ഷേ റിയൽ ടൈം സെറ്റിൽമെന്റ് സിസ്റ്റത്തിലാണെങ്കിൽ ട്രാൻസാക്ഷൻ പ്രോസസ് കണ്ടിന്യൂ ത്രൂ ദ RTGS ബിസിനസ് അവർ. ഒരു RTGS ബിസിനസ് അവറിന്റെ സമയത്ത് റിയൽ ടൈം സെറ്റിൽമെന്റ് ആണെങ്കിൽ നമുക്ക് RTGS ബിസിനസ് അവറിനുള്ളിൽ എത്ര ട്രാൻസാക്ഷൻ വേണമെങ്കിലും നടത്താൻ പറ്റും. എന്നാൽ ഡിസൈൻ ടൈം സെറ്റിൽമെന്റ് ആകുമ്പോൾ എന്താവും, ഈ ഒരു നിശ്ചയ സമയവും ഒരിതും ഉണ്ടായിരിക്കും. ഇതിനൊരു ബിസിനസ് അവർ, ആ ബിസിനസ് അവറിനുള്ളിൽ നടത്താൻ പറ്റും. ഇനി ഇന്റർ ബാങ്ക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം ക്യാൻ ഓൾസോ ബി ക്ലാസിഫൈഡ് ആസ് നെറ്റ് സെറ്റിൽമെന്റ് സിസ്റ്റം ആൻഡ് ഗ്രോസ് സെറ്റിൽമെന്റ് സിസ്റ്റം. ഈ വരച്ചേക്കനൊക്കെ നിങ്ങൾ കാണുന്നതിന് മനസ്സിലാകും തോന്നുന്നു. ആ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട കേട്ടോ. ഇത് ക്ലാസിഫൈഡ് ചെയ്യുന്ന നെറ്റ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്നും ഗ്രോസ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്നും ക്ലാസിഫൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ന്യൂ നെറ്റ് സെറ്റിൽമെന്റ് സിസ്റ്റം, അപ്പോൾ ഈ നെറ്റ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിൽ സെറ്റിൽമെന്റ് ഓഫ് ഫണ്ട് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ഓൺ എ നെറ്റ് ബേസിസിലായിരിക്കും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ദ സം ഓഫ് ദ വാല്യൂ ഓർ ട്രാൻസാക്ഷൻ എ പർട്ടിക്കുലർ ബാങ്ക് ഹാസ് സെൻഡ് ഡെബിറ്റ് ഈസ് derived from the sum of the value or transfer of the bank has received up to a particular point in time. അപ്പോൾ ഒരു നമ്മുടെ നെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സം ഓഫ് വാല്യൂ ആയിരിക്കും. എല്ലാ പാർട്ടിക്കൽ ഒരു ഡെബിറ്റിനും ക്രെഡിറ്റിനും സംബന്ധമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വാല്യൂവിനെ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയം ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിലായിരിക്കും കേട്ടോ. ഇനി ഗ്രോസ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിലാണെങ്കിൽ ഡെബിറ്റിന് നോട്ട് അഡ്ജസ്റ്റ് അഗൈൻസ്റ്റ് ക്രെഡിറ്റ് ആയിരിക്കും. ബട്ട് ദ സെറ്റിൽമെന്റ് ടേക്സ് പ്ലേസ് ഓൺ ട്രാൻസാക്ഷൻ ബൈ ട്രാൻസാക്ഷൻ ബേസിസ് ആയിരിക്കും. ഇനി എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് RTGS നടത്തുന്നതെന്നായിരിക്കും കേട്ടോ അടുത്തത്. ഇപ്പം ഈ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ളൊന്ന് വായിക്കുക, പിന്നെ മാർക്ക് ചെയ്തിട്ട് വേണം പോയിന്റ്സ് ഒക്കെ നന്നായി നോക്കുക. പിന്നെ ഓൺ ബേസിസിൽ എഴുതാൻ പറ്റുന്നവർക്ക് ഓൺ ബേസിസിൽ തന്നെ എഴുതുക. അല്ലാത്തവർ ആ തന്നേക്കണ അണ്ടർലൈൻ ചെയ്തേക്കണ പോയിന്റ്സ് നന്നായി വായിച്ച് എഴുതുക കേട്ടോ. അടുത്ത ഫീച്ചേഴ്സ് RTGSന്റെ ഫീച്ചേഴ്സ് ആണ്. അത് നമുക്ക് അടുത്തൊരു ഭാഗത്തിൽ പഠിക്കാം കേട്ടോ. ഇപ്പോൾ അത് ഒത്തിരി ലെങ്ത് ആയാലും വീഡിയോ 30 മിനിറ്റോളം അടുത്തായില്ലേ. അപ്പോൾ അടുത്ത ഭാഗത്ത് കാണാം കേട്ടോ. പാർട്ട് 8 അത് കാണാം.